ഹായ് എവരി വൺ. ഇൻ്റർനാഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള നഴ്സസിൻ്റെ ഡ്രീം ഡെസ്റ്റിനേഷൻ ആയിരിക്കും ഓസ്ട്രേലിയ എന്ന് പറയുന്ന കൺട്രി. ഓസ്ട്രേലിയയിൽ രജിസ്റ്റേർഡ് നഴ്സായി വർക്ക് ചെയ്യണമെങ്കിൽ ഏതൊക്കെ ക്വാളിഫിക്കേഷനാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്, ഏതൊക്കെ ക്വാളിഫിക്കേഷനുള്ള നഴ്സസിനെയാണ് ഓസ്ട്രേലിയ അക്സെപ്റ്റ് ചെയ്യാത്തത്, ഈ ഒരു ഡീറ്റെയിൽസ് നമുക്കിന്ന് നോക്കാം. ആദ്യം തന്നെ ക്വാളിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എലിജിബിൾ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഏതാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓസ്ട്രേലിയയിൽ രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഓസ്ട്രേലിയയുടെ എക്സാമിനേഷൻസ് ആയ NCLEX-R and OSCE ലാംഗ്വേജ് ടെസ്റ്റ്, ഈ 3 സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഓസ്ട്രേലിയയിൽ നിന്ന് ലൈസൻസ് കിട്ടുള്ളൂ. ബട്ട് ഈ 3 എക്സാംസ് അല്ലെങ്കിൽ ഈ സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള നഴ്സസ് ആയിരിക്കണം. അതായത് നിങ്ങളുടെ നഴ്സിംഗ് ക്വാളിഫിക്കേഷൻ ഏത് കൺട്രിയിൽ നിന്നാണോ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് അത് ഓസ്ട്രേലിയൻ ക്വാളിഫിക്കേഷനുമായിട്ട് ഇക്വലൻ്റ് ആണോ എന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് ഓസ്ട്രേലിയൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന നഴ്സസ് ആണെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് തന്നെ നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള നഴ്സസ് ആണെങ്കിൽ അവരുടെ ക്വാളിഫിക്കേഷൻസ് വരുന്നത് BSc ആയിരിക്കും. ബാച്ചിലേഴ്സ് നോക്കുവാണെങ്കിൽ ബാച്ചിലർ ഓഫ് നഴ്സിംഗ് ആയിരിക്കും. സോ ബാച്ചിലർ ഓഫ് നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്ത നഴ്സസ് ഓസ്ട്രേലിയൻ പ്രോസസ്സ് ചെയ്യാനായിട്ട് എലിജിബിൾ ആണ്. ഇനി അടുത്തതായി വരുന്നതാണ് പോസ്റ്റ് BSc ചെയ്യാനുണ്ടാവുന്ന സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ GNM ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം, അതായത് ഇതൊരു ഡിപ്ലോമ നഴ്സിംഗ് കോഴ്സാണ്. സോ ഇന്ത്യയിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു GNM കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നഴ്സസ് അപ്ഗ്രേഡ് ചെയ്യും. അവർക്ക് ബാച്ചിലേഴ്സ് ഓർ ഹയർ ക്വാളിഫിക്കേഷൻ വേണമെന്ന് തോന്നുമ്പോൾ പോസ്റ്റ് BSc ചെയ്യാറുണ്ട്. സോ അങ്ങനെ GNM-ഉം പോസ്റ്റ് BSc-യും ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ക്വാളിഫിക്കേഷൻ ലെവല് ഡിഗ്രി തന്നെയാവും. അങ്ങനെയുള്ളവർക്ക് ഓസ്ട്രേലിയൻ പ്രോസസ്സ് ചെയ്യാനായിട്ട് എലിജിബിലിറ്റി ലഭിക്കുന്നതാണ്. ഇനി അടുത്ത ക്വാളിഫിക്കേഷനാണ് മാസ്റ്റർ ഓഫ് നഴ്സിംഗ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും. BSc കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാസ്റ്റർ ഡിഗ്രി കൂടി എടുത്ത് കഴിയുമ്പോൾ വരുന്നൊരു ക്വാളിഫിക്കേഷനാണ് MSc. സോ MSc നഴ്സിംഗ് കംപ്ലീറ്റഡ് ആയിട്ടുള്ള ആളുകളും ഓസ്ട്രേലിയൻ പ്രോസസ്സ് ചെയ്യാനായിട്ട് എലിജിബിൾ ആണ്. ഈ 3 ക്വാളിഫിക്കേഷനാണ് കൂടുതലും നമ്മുടെ ഇന്ത്യ അല്ലെങ്കിൽ ബാക്കിയുള്ള കൺട്രിയിലൊക്കെ കംപ്ലീറ്റ് ചെയ്ത് വരുന്നത് നഴ്സസ്. ഇനി ഇതല്ലാതെ ചില കോഴ്സസ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ GNM കംപ്ലീറ്റ് ചെയ്ത നഴ്സസ് ആണെങ്കിൽ അവർക്ക് ഓസ്ട്രേലിയയിൽ നിന്ന് തന്നെ ഓൺലൈനായിട്ട് ചില കോഴ്സസ് ചെയ്യാനായിട്ടുള്ളൊരു പോസിബിലിറ്റീസ് ഉണ്ട്. അങ്ങനെയുള്ള കോഴ്സസിൻ്റെ അണ്ടറിൽ വരുന്നതാണ് GDN ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഓഫ് നഴ്സിംഗ്. ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഓസ്ട്രേലിയയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുത്തുകൊണ്ടിരുന്ന കോഴ്സാണ്. ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത നഴ്സസ് ആണെങ്കിലും അവർക്ക് GNM + GDN ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഓസ്ട്രേലിയൻ്റെ പ്രോസസ്സ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇതുപോലെ തന്നെയുള്ളൊരു കോഴ്സാണ് GCN ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് ഇൻ അഡ്വാൻസ് നഴ്സിംഗ്. പറഞ്ഞതുപോലെ തന്നെ GNM ക്വാളിഫിക്കേഷൻ കഴിഞ്ഞ ആളുകൾ GCN കോഴ്സും എടുത്തിട്ടുണ്ടെങ്കിൽ അവരും ഓസ്ട്രേലിയൻ പ്രോസസ്സിങ്ങിൻ്റെ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് എലിജിബിൾ ആണ്. ഇനി കറൻ്റ്ലി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കോഴ്സാണ് GCAN എന്ന് പറയുന്നത്, ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് ഇൻ അഡ്വാൻസ് നഴ്സിംഗ്. സോ GNM + GCAN കോഴ്സ് ചെയ്ത ആളുകളാണെങ്കിലും നിങ്ങൾ ഓസ്ട്രേലിയൻ പ്രോസസ്സ് ചെയ്യാനായിട്ട് എലിജിബിൾ ആണ്. ഇത്രയും ക്വാളിഫിക്കേഷൻ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഓസ്ട്രേലിയയുടെ പ്രോസസ്സ് ചെയ്യാനായിട്ട് സാധിക്കും. ഡെസ്മ ഇൻ്റർനാഷണൽ ഓസ്ട്രേലിയ ആൻഡ് ന്യൂസിലാൻഡ് നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രോസസ്സ് ചെയ്യുന്ന കൺസൾട്ടൻസിയാണ്. ഒരു കാൻഡിഡേറ്റിൻ്റെ ഇനിഷ്യൽ രജിസ്ട്രേഷൻ മുതൽ അവരവിടെ ജോബ് കിട്ടി സെറ്റിൽ ആവുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡിങ് PR സർവീസും ചെയ്യുന്ന കൺസൾട്ടൻസിയാണ്. സോ ഈ ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഓസ്ട്രേലിയൻ പ്രോസസ്സ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ക്വാളിഫൈഡ് അല്ലാത്ത പ്രൊഫഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ മെയിനായിട്ട് വരുന്നതാണ് GNM. ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ, അതായത് ഇന്ത്യയിലൊക്കെ പഠിച്ചിറങ്ങിയ കുട്ടികളുടെ ക്വാളിഫിക്കേഷൻ വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. സോ GNM കംപ്ലീറ്റഡ് ആണെങ്കിൽ ഓസ്ട്രേലിയയിൽ GNM കംപ്ലീറ്റ് ചെയ്ത ഒരു നഴ്സിന് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. ഒരു ക്വാളിഫിക്കേഷൻ അപ്ഗ്രേഡ് ചെയ്യണം. GNM ക്വാളിഫിക്കേഷൻ മാത്രം വെച്ചിട്ട് ഓസ്ട്രേലിയയുടെ പ്രൊസീജിയർ ചെയ്യാൻ പറ്റില്ല. സോ GCAN കോഴ്സ് ചെയ്ത് ക്വാളിഫിക്കേഷൻ അപ്ഗ്രേഡ് ചെയ്യുക. ഇതൊരു 6 മന്ത് കോഴ്സാണ്. 12 സ്പെഷ്യലൈസേഷൻസും അവൈലബിൾ ആണ്. ഈ കോഴ്സിൻ്റെ അഡ്മിഷൻ്റെ കാര്യങ്ങളും ഡെസ്മ ഇൻ്റർനാഷണൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത അക്സെപ്റ്റ് ചെയ്യാത്ത ക്വാളിഫിക്കേഷനാണ് ANM. കുറേ ANMs നമ്മളെ പേഴ്സണലി കോൺടാക്ട് ചെയ്യാറുണ്ട്. ANM ക്വാളിഫൈഡ് ആയിട്ടുള്ള നഴ്സിന് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്നുള്ളത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ANM കംപ്ലീറ്റ് ചെയ്ത ഒരു നഴ്സല്ല, അവരുടെ പ്രൊഫഷൻ എന്ന് പറയുന്നത് വേറെയാണ്. സോ അവർക്ക് ആർക്കും ഓസ്ട്രേലിയയിലെ പ്രൊഫഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അവർ നോട്ട് എലിജിബിൾ ആണ്. അവർക്ക് ഒരു രീതിയിലുള്ള മൈഗ്രേഷൻ പ്രൊസീജിയറും ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. സോ ANM കഴിഞ്ഞവരാണെങ്കിൽ നമ്മൾ അപ്രോച്ച് ചെയ്താൽ നമ്മൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ടും സാധിക്കില്ല. സോ ഈ 2 ക്വാളിഫിക്കേഷനാണ് ഓസ്ട്രേലിയയിൽ അക്സെപ്റ്റ് ചെയ്യാത്തത്. ബട്ട് GNM-ന് പോസിബിലിറ്റി ഉണ്ട്. ക്വാളിഫിക്കേഷൻ അപ്ഗ്രേഡ് ചെയ്ത് ഓസ്ട്രേലിയൻ പ്രോസസ്സ് ചെയ്യാനായിട്ട് സാധിക്കും. സോ റെഗുലറായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ് ഓസ്ട്രേലിയയിൽ അക്സെപ്റ്റ് ചെയ്യുന്നതെന്നുള്ളത്. അതിൻ്റെ ഒരു ക്ലാരിറ്റി ആയി എന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.